പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ പണമിടപാട് വിവരങ്ങൾ രേഖപ്പെടുത്തിയ 2 ഡയറികൾ പോലീസ് കണ്ടെത്തി. മൂവാറ്റുപുഴ പൈപ്പ് റെയിൽവേ ഓഫീസിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. അനന്തകൃഷ്ണൻ വാങ്ങിയ ഭൂമിയുടെ ആധാരങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ക്രയവിക്രയ സാധ്യത അന്വേഷണ സംഘം മരവിപ്പിക്കും. അനന്തകൃഷ്ണനെ ഇന്ന് കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, ഈ തട്ടിപ്പിന്റെ രീതി എങ്ങനെയായിരുന്നു എന്നത് സംബന്ധിച്ചൊക്കെ ഏതാണ്ട് വ്യക്തത വരുമ്പോഴും ആരൊക്കെയാണ് ഈ തട്ടിപ്പിന് പിന്നിൽ അനന്തകൃഷ്ണന് സഹായം നൽകിയത്, ആരുടെയൊക്കെ റോളുണ്ട് ഇതിൽ എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. ഈ ഡയറിയിലെ വിവരങ്ങൾ എന്താണ്? അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്ന നീക്കങ്ങൾ എങ്ങനെയാണ്? നിതിൻ അംബുജൻ. റിജിത്ത്, ഇടപാട് ശൃംഖലയിൽ ആരൊക്കെയുണ്ട് എന്നത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. നിലവിലിപ്പോൾ പണം ഇടപാട് നടത്തിയവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമടക്കം അതിന്റെ വിശദാംശങ്ങൾ, മൊഴിയുടെ നിർണായക വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. ഇപ്പോൾ ഈ അന്വേഷണത്തിനിടെ 2 ഡയറികളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പണം ഇടപാട് നടത്തിയ അല്ലെങ്കിൽ പണം വിതരണം ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഈ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അനന്തകൃഷ്ണന്റെ തെളിവെടുപ്പ് ഇന്നലെ തൊടുപുഴയിൽ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിലെ ഓഫീസിൽ വെച്ചാണ് ഇത്തരത്തിൽ 2 ഡയറികൾ കണ്ടെത്തിയിരിക്കുന്നത്. നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ ഇന്ന് എറണാകുളത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. എറണാകുളത്തെ കളമശ്ശേരിയിലുള്ള ഓഫീസിലും അതോടൊപ്പം തന്നെ ഹൈക്കോടതി സമീപത്തെ ഫ്ളാറ്റിലും എത്തിച്ചാകും തെളിവെടുപ്പ് നടക്കുക. എന്തായാലും ഡയറിയിലെ ചില വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, പണം നൽകിയവരുടെ വിശദാംശങ്ങൾ തന്നെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനന്തകൃഷ്ണൻ വാങ്ങിയ ഭൂമിയുടെ ആധാരങ്ങൾ അതിന്റെ കസ്റ്റഡിയിലെടുത്ത് ക്രയവിക്രയ സാധ്യത മരവിപ്പിക്കാനുള്ള നടപടികളാണ് ഇനിയിപ്പോൾ പോലീസ് സ്വീകരിക്കുക. നമുക്കറിയാം, ഈ പകുതിയിലധികം പണവും ഇയാൾ വിനിയോഗിച്ചത് ഭൂമി വാങ്ങിക്കൂട്ടാനാണ്. ഇടുക്കി, പാലക്കാട്, കോട്ടയം അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ ഇയാൾ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇതിന്റെ ആധാരങ്ങൾ കസ്റ്റഡിയിലെടുത്തുള്ള നടപടികൾ എന്തായാലും പോലീസ് തുടങ്ങാൻ പോകുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പങ്കുവെക്കുന്നുള്ളത്. എന്തായാലും പകുതി വില തട്ടിപ്പിൽ ഇന്നലെ മാത്രം രജിസ്റ്റർ ചെയ്ത 6 കേസുകളാണ്. മാത്രമല്ല, ഏതാണ്ട് 40,000-ഓളം ആളുകളിൽ നിന്നാണ് ഇയാൾ ഈ സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം സ്വീകരിച്ചിരിക്കുന്നത്. ഗൃഹോപകരണങ്ങൾ അങ്ങനെ വിതരണം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത് ഏതാണ്ട് 95,000 പേരിൽ നിന്ന് പണം സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പണം എങ്ങോട്ടേക്ക് പോയി, അതോടൊപ്പം തന്നെ ഈ പണമിടപാട് ശൃംഖലയിൽ ആരൊക്കെയുണ്ട്, കൂടാതെ ഇയാളുടെ ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് എന്തായാലും പോലീസ് കടക്കുന്നുണ്ട്. പക്ഷേ ജീവനക്കാരുടെ ഫോണുകൾ പലതും സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് നിലയിലുള്ള അന്വേഷണം മുന്നോട്ട് പോകണം എന്ന ഒരു തീരുമാനം എന്തായാലും അന്വേഷണ സംഘം വൈകാതെ സ്വീകരിക്കും. മാത്രമല്ല, നേരത്തെ ഇയാൾ പലയിടങ്ങളിലും ഈ ജീവനക്കാരെ അടക്കം പല ഫ്ളാറ്റുകളിലും താമസിപ്പിച്ചിട്ടുണ്ട്. അവയെല്ലാം തന്നെ കണ്ടെത്തി ഇവരെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ എന്തായാലും വേഗത്തിൽ സ്വീകരിക്കാനാണ് തീരുമാനിക്കുന്നത്. നമുക്കറിയാം, കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും മുമ്പ് തന്നെ പരമാവധി എടുത്ത് തെളിവെടുപ്പ് നടത്തി തെളിവുകൾ കൂടുതൽ ശേഖരിക്കാനുള്ള നടപടി എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തും നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ നിർണായക മൊഴികളും അതോടൊപ്പം തന്നെ ഡയറികളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ വലിയ തട്ടിപ്പാണ്. കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ്. അതിൽ തന്നെ ഓരോ ദിവസവും പരാതികളുടെ എണ്ണം, വിവിധ സ്റ്റേഷനുകളിലായി പരാതികളുടെ പ്രളയമാണ് ഉണ്ടാവുന്നത്. ഈ 5 ദിവസത്തെ കസ്റ്റഡി, അതിൽ തന്നെ നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ പോകുന്നു. ഇതിനോടകമുള്ള ചോദ്യം ചെയ്യലിൽ, ഇതിനോടകമുള്ള അന്വേഷണത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ പോലീസിനുണ്ടോ? നിതിൻ. റിജിത്ത്, എന്തായാലും അത്തരമൊരു ആത്മവിശ്വാസം പോലീസിനുണ്ട്. കാരണം നിർണായക വിവരങ്ങൾ ലഭിച്ചു. മാത്രമല്ല, അനന്തകുമാറിലേക്ക് ഈ ഇടപാട് എങ്ങനെ മുന്നോട്ട് പോയി, അതോടൊപ്പം തന്നെ ഈ ഒരു കേസിലെ അനന്തകുമാറിന്റെ പങ്ക് സംബന്ധിച്ചും ഇപ്പോൾ കൃത്യമായ വിവരങ്ങൾ എന്തായാലും പോലീസ് ലഭിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ എന്തായാലും വൈകാതെ കടക്കും. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും നേരത്തെ റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ്. പകുതി വിലയ്ക്ക് ഗൃഹോപകരണങ്ങളും സ്കൂട്ടറും വിതരണം ചെയ്യുമ്പോൾ ആളുകൾ വാങ്ങിക്കൂട്ടാൻ എത്തുന്നത് അവസരമായി കണ്ട് നടത്തിയ തട്ടിപ്പാണ്. ഏതാണ്ട് 1000 കോടിയിലധികം വരുന്ന തട്ടിപ്പ്. അതുകൊണ്ട് തന്നെ ഇതിലെ പണമിടപാട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇയാളുടെ ബാങ്ക് ഇടപാട് കാര്യങ്ങളെല്ലാം തന്നെ ശേഖരിച്ചുള്ള അന്വേഷണം തന്നെയാണ് കഴിഞ്ഞ ദിവസം മുന്നോട്ട് പോയത്. പല കാര്യങ്ങളും ഇയാൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആർക്കൊക്കെ പണം നൽകി, എത്ര പണം നൽകി, അതോടൊപ്പം തന്നെ ഇതിൽ കൂടുതൽ വിവരങ്ങൾ എന്തായാലും അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ട് പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത്. പക്ഷേ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും മുന്നോട്ട് പോകാനുള്ള സാധ്യത എന്തായാലും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. കാരണം നമുക്കറിയാം, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ കൂടുതൽ ശൃംഖല എങ്ങോട്ടേക്ക് നീങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ, അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ നിർണായകമാണ്. എന്തായാലും തെളിവെടുപ്പ് നടത്തി പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഇയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള നീക്കം തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തും തുടരുന്നത്. ശരി, നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.